സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ UDF സർക്കാരിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത്. ഓണക്കാലത്തെ വിപണി പ്രതീക്ഷിച്ച വ്യാപാരികൾക്ക് കനത്ത നഷ്ടമാണ് മഴയുണ്ടാക്കി. കനത്ത മഴയെ തുടർന്ന് വ്യാപക നാശനഷ്ടമാണ് പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായത്. ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കാൻ വൈകിയത് മഴക്കെടുതി രൂക്ഷമാക്കിയെന്ന് CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞു. മഴ ഉണ്ടാകും എന്ന യാതൊരുവിധ മുന്നറിയിപ്പും ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായും അതിതീവ്ര മഴ ഉണ്ടാവുകയാണെങ്കിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കേണ്ടതായിരുന്നു. എന്നാൽ റെഡ് അലേർട്ടിന്റെ കാര്യത്തിൽ പത്തനംതിട്ട ജില്ലയെ സംസ്ഥാന സർക്കാർ ഉൾപ്പെടുത്താതിരുന്നതാണ് ആളുകൾ മുന്നൊരുക്കം നടത്താൻ കഴിയാതെ പോയതിന്റെ പ്രധാനപ്പെട്ട കാരണം. അതിശക്തമായ മഴയെ തുടർന്ന് ഈരാറ്റുപേട്ടയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത്. അരമണിക്കൂർ കൊണ്ട് ഒരു പ്രദേശം മുഴുവൻ വെള്ളം കയറി. ഓണവിപണി മുന്നിൽ കണ്ട വ്യാപാരികൾക്കും വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. 18-ന് ശേഷമുള്ള വലിയൊരു പ്രളയമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു നാശനഷ്ടം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഒരു അരമണിക്കൂർ കൊണ്ട് ഒരു പ്രദേശമാകെ തകരുന്ന ഒരു അവസ്ഥ ഉണ്ടായി. നമ്മളിതിനു മുമ്പൊക്കെ ചെങ്ങന്നൂരും നിലമ്പൂരും അടക്കമുള്ള കേട്ടിട്ടുള്ള ഒരു കേട്ടുകേൾവിയുള്ളൂ. ആ പ്രദേശമാകുന്ന ഒരു പ്രദേശമാകെ നശിക്കുന്ന രീതിയിലേക്ക് ഒരു പ്രസ്ഥാനം ഒരാളുടെ ജീവിതമാർഗമാകെ തീർന്നു പോകുന്ന രീതിയിലേക്കാണ് പരിപാടി വന്നിരിക്കുന്നത്. ഈ കടയൊക്കെ കണ്ടില്ലേ, ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഓണത്തിനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിരിക്കുക, ഡ്രസ്സ് അടക്കം. സർക്കാരിൻ്റെ ഒരു പരിഗണന ഉണ്ടാവണമെന്നുള്ളതാണോ ഈ കാര്യത്തിൽ? തീർച്ചയായിട്ടും സർക്കാർ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഒരു 60% ഈരാറ്റുപേട്ടയിലെ 60% മുകളിലുള്ള വ്യാപാരികളുടെ എല്ലാ വിധത്തിലുള്ള സ്വപ്നങ്ങളും തകർന്നടിഞ്ഞിരിക്കുകയാണ്. സർക്കാർ ഈ വ്യാപാരികളെ വേണ്ടവിധം പരിഗണിക്കേണ്ടത് അത്യാവശ്യമാണ്. 2018-ലെ പ്രളയത്തിനേക്കാൾ വലിയ നഷ്ടമാണ് ഉണ്ടായതെന്ന് പത്തനംതിട്ടയിലെ വ്യാപാരികൾ പറയുന്നു. വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായും നശിച്ചെന്നും ആത്മഹത്യയുടെ വക്കിലാണെന്നും വ്യാപാരികൾ പറഞ്ഞു. നമുക്കവിടെ ഒരു തുണിക്കടയാണ്. വെളുപ്പിനെ ഞാൻ 4 മണിയായപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേന് വെള്ളം കയറാൻ തുടങ്ങി. ഒരു സാധനം പോലും നമുക്ക് മാറ്റാനൊക്കുന്നില്ല. ഓണക്കാലമായതുകൊണ്ട് നമ്മൾ സ്റ്റോക്കെല്ലാം എടുത്തു വെച്ചിരിക്കുക. 10-75 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് ഇപ്പോൾ അതിനകത്ത് മുങ്ങിക്കിടക്കുക. കടയിലെ ഷെൽഫ് എല്ലാം മറിഞ്ഞു വീണ് മൊത്തം നാശിച്ച് കിടക്കുക. എനിക്ക് പുളുമുക്കിലൊരു കടയുണ്ട്, അവിടോട്ട് പോകാൻ പോലും ഒത്തിട്ടില്ല. ആ കടയിലും വെള്ളം കയറി നശിച്ചുകൊണ്ടിരിക്കുക. വീട്ടിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുക. 2018-നെക്കാട്ടി കഷ്ടമായിട്ടുള്ള സാഹചര്യം. 2018 കുറച്ചെങ്കിലും ആൾക്കാർക്ക് സാധനം മാറ്റാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഇത് അതുപോലും ഇല്ല. വെളുപ്പിനെ 4 മണിക്ക് വന്നു, ഇതാന്ന് പറയുന്നതിന് മുമ്പേ വെള്ളം കയറി. ഇപ്പം ഞാൻ എൻ്റെ കടയ്ക്കകത്ത് തന്നെ കാട്ടിക്കുള്ളിൽ പൊക്കത്തി വെള്ളമാണ്. ഞങ്ങളെ സഹായിക്കാതെ ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാനൊക്കത്തില്ല. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ആ സാഹചര്യം ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.